ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്നൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പേൻ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മക്കളുള്ള അമ്മമാരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, വെക്കേഷൻ സമയത്ത് എൻ്റെ മോളുടെ തലയിലും കുറച്ച് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എങ്കിലും ഞാൻ എൻ്റെ കയ്യിലുള്ള കോമ്പോജ് ഡെയിലി ചീകി കളയുമായിരുന്നു കേട്ടോ. സ്കൂൾ തുറന്ന് പോകുന്ന സമയത്ത് അവളുടെ തലയിൽ പേനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തുറന്നിട്ട് ഏകദേശം ഒരു മാസം അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ തലയിൽ അത്യാവശ്യം നിറച്ച് പേനും ഈരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമ്മുടെ മക്കൾക്ക്. അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി കാണുന്നത് കേട്ടോ. അപ്പൊ നിറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. അതുകൂടാതെ ഇത് ഉപയോഗിച്ചവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു കേട്ടോ. അപ്പൊ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടതിന് ശേഷം എന്നെ പോലെ തന്നെ ഒരുപാട് അമ്മമാരുണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇപ്പൊ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്, നമ്മുടെ ഷോപ്പിലാണെങ്കിലും അല്ലാതെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഓൺലൈനിലും ഇത് വാങ്ങിക്കാൻ കിട്ടുവേ. ഓൺലൈനിൽ ഇത് കോംബോ ആയിട്ട് 325 രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് സെപ്പറേറ്റ് ആണെങ്കിൽ ഇതിന്റെ ഓയിലിന് 145 രൂപയും ഇതിന്റെ ക്ലെൻസറിന് 150 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ കോംബോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വെച്ച് വേണം നമ്മുടെ തലയൊക്കെ നല്ലോണം ചീകളയാനായിട്ട്. അപ്പൊ ഇനി ഇതിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നാച്ചുറൽ പ്രോഡക്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു പേപ്പർ കിട്ടും, അതിനകത്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ലൈഫ് കിറ്റിന്റെ ഓയിൽ എടുക്കുക. അത് നമ്മുടെ കയ്യിലോട്ട് ഒഴിച്ചതിന് ശേഷം കുട്ടിയുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ നമുക്ക് അത് അങ്ങനെ തന്നെ വച്ചിരിക്കാം കേട്ടോ. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലും ഈരും പേനും ഒക്കെ കാണുന്നത് അല്ലേ. അപ്പൊ അവിടെയൊക്കെ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ വച്ചതിന് ശേഷം നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്ന ആ ഒരു കോമ്പോ ഉണ്ടല്ലോ, അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് നല്ലോണം ചീകി കളയാമേ. ചീകുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് സമയം എടുത്ത് തന്നെ ചീകിക്കോളൂ കേട്ടോ. ചീകി നല്ലോണം പേനെല്ലാം കളഞ്ഞ് ഈരും പേനും ഒക്കെ നല്ലോണം കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 80% നമ്മുടെ കുട്ടിയുടെ തലയിലുള്ള ഈരും പേനും ഒക്കെ മാറി കിട്ടും കേട്ടോ. ഇനി ഇത് തുടർച്ചയായിട്ട് ഡെയിലി ഒരു 3 ദിവസം നമ്മൾ ഉപയോഗിക്കണം. തുടർച്ചയായിട്ട് ഒരു 3 ദിവസം ഇതേപോലെ യൂസ് ചെയ്യുക. ഇതിന് ശേഷം ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് മാറും എന്നാണ് അതിലവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഞാൻ എൻ്റെ കുട്ടിയുടെ തലയിൽ ഡെയിലി ഒരു 3 ദിവസം യൂസ് ചെയ്തു. അപ്പം ഏകദേശം ഒരു 90% നമുക്ക് പേനും ഈരും ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് നിർത്തിയതിന് ശേഷം, അതായത് നമ്മൾ ഇത് ഉപയോഗിച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അവർ പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോംബ് ചെയ്ത് കളയും അല്ലേ. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ കോംബ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും, പിന്നെയും ഇതേപോലെ നിറച്ച് പേന് വരും. അപ്പൊ ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യില്ല, പേൻ ഒരിക്കലും വരില്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യണം, ഈ യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലോണം കോംബ് ചെയ്ത് കളയുക. കോംബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ക്ലെൻസർ ഉപയോഗിച്ച് തല നല്ലോണം ക്ലീൻ ചെയ്യുക. അപ്പൊ ആ ക്ലെൻസർ നല്ലതാണ് കേട്ടോ. മുടി നല്ല ഷൈനായി സോഫ്റ്റ് ആയിട്ട് കിടക്കും. അതുകൂടാതെ ഈ ഓയിലും ബെസ്റ്റ് ആണ് കേട്ടോ. കാരണം നല്ലോണം ഹെയർ ലോസ് ഒക്കെ നല്ലോണം മാറി കിട്ടും കേട്ടോ. മുടി കൊഴിച്ചിലും ആ ഒരു താരനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും, മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും, കുറച്ചുകൂടെ മുടിയൊക്കെ നല്ല തിക്കാവും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ്സ് ഈ പ്രോഡക്റ്റിനുണ്ട്. അപ്പം നമ്മളിത് പ്രൈസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആണെന്ന്, എല്ലാവർക്കും അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി ഒന്ന് കോംബ് ചെയ്യുക, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഡെയിലി കോംബ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ തലയിലുള്ള ഏകദേശം പേനും ഈരും കാര്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ. ഇനി വർക്ക് ചെയ്യുന്ന അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് ഈ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും അരച്ചെടുത്ത് കുട്ടിയുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ താളി എന്തെങ്കിലും ഉപയോഗിച്ച് കുട്ടിയുടെ തല കഴുകി വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് പറ്റുന്ന കാര്യമല്ല അല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഈസി ടു അപ്ലൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, കുട്ടിയുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അരമണിക്കൂർ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ചീകി കളഞ്ഞതിന് ശേഷം ഈ ക്ലെൻസർ ഉപയോഗിച്ച് തല നല്ലോണം ക്ലീൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അവരെ സംബന്ധിച്ച് അവർക്കായാലും നമുക്കായാലും ആർക്കായാലും ശരി തന്നെ നല്ല അപ്ലൈ ചെയ്യാനും ഉപയോഗിക്കാനും
ഒക്കെ നല്ലൊരു പറ്റിയൊരു ഇതാണ്. എന്താണ് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പം ഇത് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളൊന്ന് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് ഇതിൽ കമന്റ് ഇടണം കേട്ടോ. അപ്പം പിന്നെ എന്താണ് ഇത് യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഓയിൽ യൂസ് ചെയ്താലും ശരി തന്നെ ഡെയിലി കോംബ് ചെയ്ത് കളയണം കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഡെയിലി തല ഇങ്ങനെ കോംബ് ചെയ്ത് കളയുമ്പോൾ തന്നെ ഏകദേശം പേനും ഈരും കാര്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ. ഒരു പേൻ തലയിൽ ഉണ്ടെങ്കിൽ പോലും നിറച്ച് പിന്നീട് ഈ പേനും ഈരും ഒക്കെ വരുമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി കുട്ടിയുടെ തല നല്ലോണം കോംബ് ചെയ്ത് കളയുക. അപ്പൊ തന്നെ നമ്മുടെ കുട്ടിയുടെ തലയിലുള്ള ഏകദേശം പേനും ഈരും ഒക്കെ മാറി കിട്ടും കേട്ടോ. അപ്പം ഇത് ബെസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ഡെയിലി കോംബ് ചെയ്ത് കളയുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്